നമസ്കാരം. കരുത്തുള്ള രാഷ്ട്രീയക്കാരൻ, ഉറച്ച നിലപാട്, വ്യക്തതയുള്ള കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ അതിന് കോൺഗ്രസ് പാർട്ടിയിൽ എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരാളെ ഉള്ളൂ എന്നാണ് പൊതുവെ പറയാറ്. അത് സാക്ഷാൽ വി.ഡി. സതീശൻ സാറാണ്. പ്രതിപക്ഷ നേതാവിന്റെ റോളിൽ തിളങ്ങുന്ന അദ്ദേഹം തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെയാണ് അടുത്ത അനുയായികൾ പാടിയും പറഞ്ഞുമൊക്കെ നടക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കരുത്താർന്ന സ്ഥിരതയുള്ള നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സമാന സാഹചര്യങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകളാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ശക്തമായ പ്രതികരണവുമായാണ് വി.ഡി. സതീശൻ രംഗത്ത് വന്നത്. അദ്ദേഹം നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. CPM-ന്റെ രാഷ്ട്രീയ ധാർഷ്ട്യമാണ് ആത്മഹത്യക്ക് കാരണമായതെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ആശങ്കയ്ക്കിടയില്ലാത്ത വിധം വി.ഡി. സതീശൻ തെളിച്ചു പറഞ്ഞു. ഈ ഭരണത്തിന്റെ അഹങ്കാരവും ധിക്കാരവും അതിന്റെ ഒരു പ്രതിഫലനമാണ് കണ്ണൂരിലെ ഒരു നേതാവ് ഈ ഒരു ഉദ്യോഗസ്ഥരോട് ചെയ്തത്. അതുകൊണ്ട് അടിയന്തരമായ കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റവാളിയായ ആളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഉണ്ടായ നഷ്ടത്തിൽ, അവരുടെ തീരാ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരും. വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് DCCയുടെ ട്രഷറർ കൂടിയായ NM വിജയൻ തന്റെ മകനോടൊപ്പം ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിലും വി.ഡി. സതീശൻ സാർ കുടുംബത്തിനൊപ്പം തന്നെ നിൽക്കും. അദ്ദേഹത്തിന് എപ്പോഴും ഒരേ നിലപാട് മാത്രമേ ഉള്ളൂ. അതാണ് സതീശൻ സാർ. ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന സുൽത്താൻ ബത്തേരി MLA-യുടെയും DCC പ്രസിഡന്റിന്റെയും രാഷ്ട്രീയ ധാർഷ്ട്യത്തെയും അഴിമതിയെയും അദ്ദേഹം തള്ളിപ്പറയും. വി.ഡി. സതീശൻ സാറിനെ പോലെ ഒരു നട്ടലുള്ള നേതാവിന് അത് മാത്രമേ കഴിയൂ. അത് പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു. അവ്യക്തതയുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. കേട്ടല്ലോ, ഇതാണ് ആദ്യമേ ഞാൻ പറഞ്ഞ വി.ഡി. സതീശൻ സാറിന്റെ നിലപാടിന്റെ ഒരു ഉറപ്പ്. നവീൻ ബാബുവിന് ജീവൻ വെടിയേണ്ടി വന്ന അവസ്ഥ ഉണ്ടായതിൽ ഏറ്റവും അധികം ദുഃഖിച്ച മനുഷ്യസ്നേഹിയാണ് വി.ഡി. സതീശൻ സാർ. നവീൻ ബാബുവിന്റെ ആത്മഹത്യ സതീശൻ സാറിനെ പോലെയുള്ള നല്ല രാഷ്ട്രീയക്കാരെ കുറിച്ച് പോലും ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുമെന്നല്ലോ എന്നോർത്ത് അദ്ദേഹം ഏറെ ദുഃഖിച്ചതാണ്. മനഃപൂർവ്വമായി ഇദ്ദേഹത്തെ അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വ്യക്തിപരമായി ഇവർ വല്ല ശുപാർശകൾ പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന കാരണമാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ അയാൾക്ക് ജീവൻ വെടിയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായ കാര്യമാണ്. ജനപ്രതിനിധികളെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ള വിഷമം കൂടി ഞങ്ങൾക്ക്. PP ദിവ്യക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും CPM-ന് ധാർമ്മികത ഉണ്ടെങ്കിൽ ദിവ്യയെ പുറത്താകണമെന്നൊക്കെ പറഞ്ഞ ധീരനായ ഒരേ ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ. അത് വി.ഡി. സതീശനാണ്. സതീശൻ സാറിനെ അനുകരിച്ച് ആരും ഇതുപോലെയൊന്നും പറയരുത്. കാരണം സുൽത്താൻ ബത്തേരി MLA-യുടെ കാര്യത്തിൽ പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊക്കെ തീരുമാനമെടുക്കും. CPM IC ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കുകയാണ്. അതല്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്താണ് സംഭവം. ഇപ്പോൾ ഒരു ആക്ഷേപം വന്നു. ആക്ഷേപത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ, അത് അന്വേഷിച്ച് പുറത്തു വരാതെ ഞാൻ അഭിപ്രായം പറയണത് ശരിയാണ്. ഇതൊക്കെ കേൾക്കുന്ന സഖാക്കന്മാർക്ക് പോലും രോമാഞ്ചം ഉണ്ടാകാനും സതീശൻ സാറിനെ മനസ്സിനുള്ളിലെങ്കിലും ആരാധിക്കാനും ഒന്ന് തോന്നും. സ്വാഭാവികം. കാരണം അദ്ദേഹം ഒരു നട്ടലുള്ള കോൺഗ്രസ് നേതാവാണ്. എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറം, രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കപ്പുറം ഇരകൾക്കൊപ്പം നിൽക്കാനും ഇരകളുടെ കുടുംബത്തിനൊപ്പം നിൽക്കാനും വെമ്പുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് വി.ഡി. മഹാത്മാഗാന്ധി, മദർ തെരേസ എന്നിവർക്ക് ശേഷം ഒരു പേരുണ്ടെങ്കിൽ അത് വി.ഡി. സതീശൻ എന്ന് തന്നെയാണ്. പ്രതിപക്ഷം ശക്തമായി ഇടപെടും. ഏത് ആവശ്യം ഉണ്ടെങ്കിലും അവരെ സഹായിക്കുക. കുടുംബത്തെ എന്തൊരു സങ്കടമാണ് നമുക്ക് ആർക്കെങ്കിലും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നത്. എന്തൊരു കഷ്ടകരമാണ്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരുടെയും പോയി രാവിലെ കേട്ടിട്ടല്ലേ നമ്മൾ ഇറങ്ങുന്നത്. ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള എന്തൊരു ന്യൂസാണ്. ഉറപ്പായിട്ടും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതിന് ചെയ്യും, ഒരു സംശയം വേണ്ട. ആളൊരു പാവമാണ്, മനുഷ്യസ്നേഹിയാണ് എന്നൊക്കെ കരുതി വിരട്ടാനൊന്നും ആരും വന്നേക്കരുത്. കളി വേണ്ട. അത് ഏത് DCC ട്രഷററുടെ കുടുംബമാണെങ്കിലും അല്ല. പിന്നെ
ഞാൻ അവരോട് അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല വായിച്ചാൽ. നിങ്ങളൊന്ന് മുഴുവൻ കത്ത്. അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി. അത് വേണ്ടേ? അതായത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത്. പിന്നെ അവർ എന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു 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 ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു. അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ നിന്ന് കിട്ടിക്കാണില്ല. ഞാൻ KPCC പ്രസിഡന്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് മറുപടി പറയാം എന്നാണ് പറഞ്ഞത്. ഇപ്പം അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. ഞാനങ്ങനെ സംസാരിച്ചില്ല. ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും മകനും കുടുംബാംഗങ്ങളും വരും. എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, കാസർഗോഡുള്ള. അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത്. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ, അല്ലാതെ ഒരു കേസ് വന്നതിന്റെ പേരിൽ PP ദിവ്യയെ പുറത്താക്കിയ പോലെ ഒരു MLA ഒക്കെ പിടിച്ച് പുറത്താക്കാനൊന്നും കോൺഗ്രസ് തയ്യാറല്ല. ഈ രാജ്യത്തെ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, അല്ലാതെ CPM പോലെ ഒരു അക്രമ പാർട്ടിയല്ല. ഇങ്ങനെ കടുത്ത നിലപാടെടുക്കാൻ കഴിയുന്ന മറ്റേതൊരു നേതാവുണ്ട് ഇന്ന് ഈ ഇന്ത്യയിൽ? അല്ല, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പാർട്ടിയുടെ അന്വേഷണം നടത്തുക. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പാർട്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശരിയാണോ എന്ന്. പാർട്ടി അന്വേഷണം നടത്തിയിട്ടൊരു ഫൈൻഡിങ് വന്നാൽ അതിൻ്റെ അകത്തൊരു തീരുമാനം പാർട്ടി എടുക്കും. പോലീസ് പരാതിയുടെ പുറത്ത് കേസെടുത്തിട്ടുണ്ട്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ അതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്തതിനെതിരായിട്ടൊന്നും പറഞ്ഞില്ല. അല്ല, പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ. പാർട്ടി അന്വേഷിക്കണത് ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ആക്കിയിരിക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി, എന്താണ്, ഇവർ കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കുന്നത് ആഭ്യന്തര സംവിധാനമാണ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമാണ്. അതും പോലീസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട്. പാർട്ടിക്ക് പരാതി തന്നതിൻ്റെ പുറത്താണ് പാർട്ടി അന്വേഷിക്കുന്നത്. അല്ലല്ല, അത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനം എടുക്കുക. ഞാൻ പറയാം, അതായത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനം എടുക്കുകയല്ലല്ലോ. ഇവിടെ പാരലായിട്ട് മറ്റൊന്ന് നടക്കുന്നുണ്ടല്ലോ. പാർട്ടി അന്വേഷിക്കണ്ടേ? ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോൾ അത് ഞങ്ങൾ മടക്കി വെച്ചാൽ മതിയാ. ഞാനും KPCC പ്രസിഡന്റും കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു കമ്മീഷൻ വെച്ച് അന്വേഷിക്കുന്നത്. ഞങ്ങൾക്കും വിവരങ്ങൾ കിട്ടണ്ടേ, യഥാർത്ഥ വിവരങ്ങൾ കിട്ടണമല്ലോ കൃത്യമായിട്ട്. അതും പോലീസ് അന്വേഷണത്തെ മറ്റെന്താ അറിയാം, മറ്റേത് പോലീസ് അന്വേഷണം ഉണ്ടാവാറില്ല, ഇതേ നടക്കുള്ളൂ. VD സതീശൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ വിജയനും മകനും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു. കുറിപ്പെഴുതി ആത്മഹത്യ ചെയ്തത് മോശമായി പോയി. ആദ്യമേ കത്തെഴുതി കൊടുത്തിരുന്നെങ്കിൽ VD സതീശൻ സാർ ഇടപെട്ട് എല്ലാം ഓക്കെ ആക്കിയേനെ. അങ്ങനെ ചെയ്യാതെ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിന് സതീശനും കോൺഗ്രസ് പാർട്ടിയും പാർട്ടി MLAയും ഒക്കെ എങ്ങനെയാണ് കുറ്റക്കാരാവുക? കളിയാക്കുന്നവരുടെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരുടെ ഒക്കെ വായടപ്പിച്ച ഒരു ചോദ്യമാണ് ഇത്. നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ മുമ്പിൽ ഈ പരാതി വരുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് എനിക്ക് തരുന്നത്. എനിക്ക് ഇദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നോട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. KPCC പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് അറിയില്ല. അദ്ദേഹത്തിന് അറിയില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. നമുക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയില്ല. അറിയണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇടപെടില്ലേ? അങ്ങനെ ഒരു ഇത് ഈ കത്ത് നമുക്ക് ഇപ്പോഴല്ലേ അയക്കുന്നത്, ആളുടെ മരണശേഷമല്ലേ. അല്ലല്ല, പുള്ളി അത് വായിച്ചിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞത്. ഈ കത്ത് കിട്ടിയത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കത്ത് തന്നത് അവർ പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് തന്നത്. നമുക്കില്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ടുപോയിട്ട് അവിടെ മുറിക്കകത്തിരുത്തി അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ട് ഇരുത്തി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വായിച്ചു നോക്കി എൻ്റെ സംശയങ്ങൾ. അതാണ് അവർ പറഞ്ഞത്. ചില ഏരിയയിൽ എനിക്ക് ക്ലാരിറ്റി വന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവരുദ്ദേശിച്ചത് പറഞ്ഞു. അല്ലല്ല, അത് ചെയ്യണമല്ലോ. അല്ല, അത് കേസും അതും വേറെ. ഞാൻ പറഞ്ഞുതരാം. ആ കുടുംബത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ വഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ? ഈ കാരണം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായത്? ഇങ്ങനെ ഈ പാർട്ടിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. വ്യക്തികളാണ് ചെയ്തതെങ്കിലും പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വം ഇല്ലേ? കുടുംബം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ പരാതി തന്നാൽ അതുകൊണ്ടല്ലേ, അല്ലാതെ നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലല്ലോ. ഞങ്ങൾ ഒതുക്കി തീർക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്. ഞങ്ങൾ കുടുംബത്തിൻ്റെ പരാതി, മരിച്ചുപോയ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിൻ്റെ കുടുംബം പാർട്ടിക്ക് പരാതി എന്നപ്പോൾ പാർട്ടിക്ക് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും
എങ്ങനെ അത് അവരെ സഹായിക്കാൻ പറ്റും എന്നും കൂടിയുള്ള ആലോചനയാണ്. രാജു പറഞ്ഞതുപോലെ ബാക്കിയുള്ളത് നിയമത്തിൻ്റെതായ വഴിക്ക് അന്വേഷിച്ച് ബാക്കി പൊക്കോട്ടെ, അവർ അന്വേഷിച്ചോട്ടെ. അതിനെന്താ? നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിലൊക്കെ ഇടപെട്ടതുപോലെ എന്തേ സതീശൻ സാർ ഇതിൽ ഇടപെടാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും. അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസിൽ എങ്ങനെയാണ് സതീശൻ സാറിനെ പോലെ ഉത്തരവാദിത്വമുള്ള ഒരു നേതാവിന് ഇടപെടാൻ പറ്റുക? ആദ്യം അന്വേഷണം നടക്കട്ടെ, അത് കഴിയട്ടെ, അത് കഴിഞ്ഞ് സതീശൻ സാർ ഇടപെടും, ഉറപ്പ്. അല്ല, അത് ശരിയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശ്രീരാജ്? അത് ശരിയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയറി അഭിപ്രായം പറയട്ടെ, അത് ശരിയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഇല്ലാത്ത ജോലിക്ക് ആർക്കെങ്കിലും പൈസ മേടിക്കാൻ പറ്റുമോ? അത് അന്വേഷിക്കട്ടെ. ഞാനൊരു അന്വേഷണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അന്വേഷണത്തിനിടയിൽ ഞാനൊരു കമൻറ്റ് പറയുന്ന ശരിയല്ല, നമ്മളിവിടെ രാജ്യം വിട്ടു പോകണമെന്നില്ല. റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ പറയും. നമ്മൾ പാർട്ടി അതിനകത്ത് സത്യസന്ധവും നീതിപൂർവമായ നടപടികളെ സ്വീകരിക്കുള്ളൂ. ഒരു സംശയം അക്കാര്യത്തിലായിട്ട്, ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിലുണ്ടാവില്ല. നിലപാടുകളുടെ രാജകുമാരൻ എന്ന സ്ഥാനം എന്തുകൊണ്ടും അർഹനായ ഏക രാഷ്ട്രീയ നേതാവ് VD സതീശൻ സാർ മാത്രമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹത്തിന്റെ ഈ ആർജവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോക്ക് കീഴിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.